ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ. വീടുകളിലും സ്ഥാപനങ്ങളിലും തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യതകളും അതെങ്ങനെ തടയാമെന്നും വിശദീകരിച്ചുകൊണ്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രകാശ് കുമാർ നയിച്ച അഗ്നിസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി. നമ്മൾ പറയുന്ന കാര്യങ്ങളെയൊക്കെ കാണേണ്ടത്. ഇതുവരെ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് പാടുകളിലെ കുറെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി, ഇവിടെ നടത്തുകൂടാനുണ്ട്. അപ്പൊ അതിനകത്ത് കണ്ട കുറെ പ്രശ്നങ്ങളുണ്ട് സുരക്ഷിതമല്ലാതെ ചെയ്യുന്നത്. ഒന്ന്, നമ്മളുടെ കട ബിൽഡിംഗ് ആയിക്കോട്ടെ, ആ ബിൽഡിംഗിൽ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇല്ലാതിരുന്നോട്ടെ, പക്ഷെ നമ്മളുടെ ഷോപ്പിനകത്ത് 1, 2, 4 മുറിയുള്ള നമ്മുടെ ഷോപ്പിനകത്ത് ഏറ്റവും മിനിമം ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്കിലും വേണം. ഏറ്റവും മിനിമം വേണ്ട ഒരു റിക്വയർമെന്റ് ആണ്, ഏറ്റവും മിനിമം. ഇതില്ലാതെ ഇനി നാളെ മുതൽ നിങ്ങളുടെ ഒരു ഷോപ്പ് പ്രവർത്തിക്കരുത്. ഇതൊരു ഓർഡറല്ല, ഒരു അഭ്യർത്ഥനയാണ്. ഈ സാധനമാണ് ഡ്രൈ കെമിക്കൽ പൗഡർ ഫയർ എക്സ്റ്റിംഗ്വിഷർ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും സ്ഥാപനത്തിൽ ഈ ബിൽഡിങ്ങിലുണ്ട്. അപ്പൊ ഇത്രയൊരു സാധനം ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ കടയിൽ ഇരിക്കുന്ന സമയത്ത്, കട ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺമുന്നിൽ അതിനകത്ത് എവിടെയെങ്കിലും ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടിനുള്ള ഒരു സ്പാർക്കോ ഒരു പുകയോ ഒരു ചെറിയ തീയോ കണ്ടാൽ ആ സെക്കൻഡിൽ നിങ്ങൾക്ക് എന്ത് പ്രയോഗിക്കാൻ കഴിയും? അവിടെ തീരും. ഇത് 90 സെക്കൻഡ് നേരെ പ്രവർത്തിക്കാനുള്ള സാധനം ഇതിനകത്തുണ്ട്. 90 സെക്കൻഡ് ഒന്നും വേണ്ട, ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ തീ അവിടെ തീരും. പിന്നെ അങ്ങോട്ട് തീയില്ല. അല്ലാതെ നിങ്ങളുടെ കട മുഴുവൻ കത്തി ലക്ഷങ്ങൾ നഷ്ടം വരേണ്ടത് 100-200 രൂപയുടെ നഷ്ടത്തിലേക്ക് ഒതുങ്ങും. ഈ സാധനത്തിന് വലിയ വില 1400 മുതൽ 2500 രൂപ വരെ സാധനം, വിവിധ കമ്പനികളുടെ സാധനം. ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളത് 2000 രൂപ കൊടുത്താൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ പയ്യന്നൂരിൽ കിട്ടും. അവിടെ വിളിച്ചു പറഞ്ഞാൽ അവരിവിടെ കൊണ്ട് വെച്ച് തരും, നിങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരും. അത്ര സിമ്പിളായ ഒരു കാര്യമാണ് നമ്മൾ ആരും ചെയ്യാത്തത്. ഒരു കട തുടങ്ങണമെങ്കിലുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം, കാരണം എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നടത്തുന്നുണ്ട്. എന്തെല്ലാമോ കാരണം ചെയ്ത് ലൈസൻസ് ചെയ്ത് അതിന് മുടക്കുമുതലുണ്ടാക്കി കമ്പനികളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി സാധനങ്ങൾ ഇറക്കി ജീവനക്കാരെ നിയോഗിച്ച് പല പ്രശ്നങ്ങളും നോക്കിയിട്ടാണ് ഷോപ്പ് നടത്തുന്നത്. ആ മൊത്തം പ്രശ്നങ്ങളെ വെച്ച് നോക്കിയാൽ അതിന്റെ 1% പോലും വരാത്ത ഒരു കാര്യമാണ് വെറും 2000 രൂപ മുടക്കി ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങി വെക്കുക എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് തലപ്പുറത്തിലാണെങ്കിൽ ആ ഇത്രയും കടമുറിയിലുള്ളതിൽ ഒരു 10 കടമുറിയിലെങ്കിലും ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടായിരുന്നെങ്കിൽ, ആദ്യമേ കണ്ട ആൾക്കാർ അതെടുത്ത് പ്രയോഗിച്ചിരുന്നെങ്കിൽ അവിടെ തീരേണ്ട അഗ്നിബാധയാണ്. ഇത്ര ദൈവാധീനം കൊണ്ട് അവിടെ ഒരു ആൾനാശം ഉണ്ടായില്ല, അല്ലെങ്കിൽ ആൾനാശം കൂടെ ഉണ്ടായെങ്കിൽ അത് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. അതിലേക്ക് പോയത് ഈ ഒരു സംവിധാനം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളിപ്പോ തന്നെ ഇതിൽ കൃത്യമായ തീരുമാനമെടുക്കുക. നിങ്ങൾ ഈ സംഘടനയുടെ നേതൃത്വം ഈ സാധനം വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ആൾക്കാർക്ക് അവരുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾ എത്ര ഓർഡർ കൊടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ കച്ചവടക്കാരെ പഠിപ്പിക്കണ്ടല്ലോ, ഓർഡറിനനുസരിച്ച് അതിന്റെ വിലയും കുറഞ്ഞു വരും, എണ്ണം കൂടുന്നതനുസരിച്ച്. ആ സാധനം അവർ നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ട് വെച്ച് തരും. അത്രയും സിമ്പിളായ ഒരു മുന്നറിയിപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇതാണ് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഒരു സാധാരണ ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്ന ഉപകരണം ഇതാണ്. അതിന്റെ പുറത്ത് ABC എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ? ABC. അത് ആ സാധനത്തിന്റെ പേരല്ല, ഏതൊക്കെ തീപിടുത്തത്തിൽ അത് ഉപയോഗിക്കാമെന്നുള്ള സൂചനയാണത്. കണ്ടെങ്കിൽ ABC. ഈ ABC എന്ന് പറയുന്നത് 3 ടൈപ്പ് ഫയറാണ്. സിമ്പിൾ ആണ്, പഠിച്ചിട്ടുണ്ട്. ഖരദ്രാവക വാതകം അല്ലെ? ഖരവസ്തുക്കളിൽ തീ പിടിച്ചാൽ അതിൽ പ്രയോഗിക്കാൻ പറ്റുന്നതിനാണ് A എന്ന് പറയുന്നത്. A ക്ലാസ് എന്ന് പറഞ്ഞാൽ ഖരവസ്തുക്കളുടെ തീപിടുത്തമാണ്. അപ്പോൾ എക്സ്റ്റിംഗ്വിഷർ കൊണ്ട് A എന്നുണ്ടെങ്കിൽ ഖരവസ്തുക്കളിൽ തീ പിടിച്ചാൽ അതിൽ ഉപയോഗിക്കാം. B അപ്പൊ സ്വാഭാവികമായിട്ടും ദ്രാവകങ്ങൾ. ഖരവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിലിരിക്കുന്ന മിക്ക സാധനവും ഖരവസ്തുക്കളാണ്. പ്ലാസ്റ്റിക് കസേര, ടീപ്പോയി, ഫർണിച്ചർ, അല്ലെങ്കിൽ തുണി, എല്ലാ സാധനവും ഖരവസ്തുവാണ്. അപ്പൊ ഏത് ഖരവസ്തു പിടിച്ചാലും ഇത് ഉപയോഗിക്കാം. B എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ്. ദ്രാവകം നമുക്കറിയാം, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, അതുപോലെ നമ്മുടെ പാചക എണ്ണകൾ എല്ലാം കത്തുന്ന ദ്രാവകങ്ങളാണ്. ഇതിലൊക്കെ തീ പിടിച്ചാൽ നമുക്ക് അതിലേക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ 3ാമത് C,
വാതക രൂപത്തില് ഗ്യാസ് ഇവിടെ സ്വാഭാവികമായിട്ടുള്ളത് LPG ആണ് അല്ലെ. LPG ഗ്യാസ് ഉണ്ട്. പിന്നെ ഓരോ സ്ഥാപനങ്ങളില് മറ്റ് നൈട്രജൻ പോലത്തെ ഗ്യാസുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനെ പല ഗ്യാസുകളും ഉണ്ടാവും. അപ്പൊ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.